എല്ലാവർക്കും സ്വാഗതം സിമ്പിൾ പാചകത്തിലേക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തിയും പത്തിരിയും പൊറോട്ടയൊക്കെ തോറ്റു പോകുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു നല്ല കിഡിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് ഇടയ്ക്ക് വേണേലും എപ്പോൾ വേണേലും കഴിയും, കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു പത്തിരിയെക്കാട്ടിൽ സോഫ്റ്റായിട്ട് ഒരു പലഹാരമാണ്. അതിന് ഞാൻ ഇവിടെ 1 കപ്പ് റവ മിക്സിയുടെ ജാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ടോരിക്ക് 1 കട്ടോരി റവ അതൊന്ന് പൊടിച്ചുകൊണ്ട് ഞാൻ വരാം. അപ്പോഴത്തേക്ക് ഞാൻ ഈ കട്ടോരിക്ക് തന്നെ 2 കട്ടോരി വെള്ളം ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓണാക്കി കൊടുക്കുന്നു. അതിലേക്ക് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ റവ നല്ലപോലെ എത്രയും പൊടിയുന്നോ അത്രയും നല്ല പൊടിയായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചു. നമുക്കതിലേക്ക് പൊടിച്ചു കൊണ്ടുവന്ന റവ കുറേശ്ശെ ഇട്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു. നമുക്കതിനെ അകത്തേക്ക് ഈ പൊടിച്ചു വെച്ചേക്കുന്ന റവ കുറേശ്ശെ ഇട്ട് ഇളക്കി. നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നമ്മുടെ പത്തിരി ഇളക്കിയത് തന്നെ നല്ലപോലെ പൊടിയും റവ കട്ടാതെ ഇളക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് വേഗത്തിൽ ഈ റവ ഇത് അബ്സോർബ് ചെയ്യുമല്ലോ, വലിച്ചെടുക്കും ഈ വെള്ളമെല്ലാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ മാവ് നമ്മൾ ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകരുകയാണ്. കുഴച്ചെടുക്കേണ്ടതാണ്. ഇതിനകത്തേക്ക് ഞാൻ 1 തവി മൈദ കുഴച്ചത് പരത്താൻ ഈ 1 തവി മൈദ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ മാവ് ഏകദേശം ഈ പരുവത്തിൽ ഞാൻ എടുത്തു. നമുക്കിനിയും കട്ടയില്ലാതെ ഇത് കുഴച്ചെടുക്കാം. ക്രാക്കൊന്നും വരാതെ നമ്മൾ നല്ലതായിട്ടിത് നല്ലപോലെ അമർത്തി കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് ഞാൻ കാണിക്കും. നല്ല അമർത്തി കുഴച്ച് ഉരുട്ടിയെടുക്കണം. കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് വെച്ചാൽ നല്ല ചൂടുണ്ട്. മൈദ ഇട്ടിട്ടുണ്ടെങ്കിലും തിളച്ചതല്ല. ഇത് റവയും വെന്ത് കിടക്കുവാണ്. കൈ സൂക്ഷിക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അല്പം എണ്ണ ഞാൻ എൻ്റെ മേളിൽ തടവിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടുമ്പോൾ ഇച്ചിരി ഒരു എണ്ണ തടവി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന റവ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണത് പരത്തുന്നത്. ക്രാക്ക് ഇല്ലാതെ വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. കുഴയ്ക്കുമ്പോഴും ക്രാക്കൊന്നും വരരുത്. നമുക്കിനി ഓരോ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് അത് പരത്താം. അഥവാ കയ്യിലൊട്ടുന്നും തോന്നുമ്പോൾ ഇച്ചിരി വെള്ളം കയ്യിൽ നനച്ച് കൊടുക്കണം. ആദ്യം ഒന്നും ഒട്ടത്തില്ല. 1-2 ആയി കഴിയുമ്പം കൈ ഒന്ന് നടുക്ക് ഒട്ടും. നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ക്രാക്സ് ഒന്നും ഇല്ലാതെ പരത്തി നോക്കാം. മാവ് തൂക്കി വേണം. മൈദാപ്പൊടി ഇച്ചിരി ചപ്പാത്തി പലക തൂക്കി വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറെ വെച്ചും പരത്തിയെടുക്കാം.
നമ്മളിവിടെ പരത്തിയെടുത്തു. നമ്മളിവിടെ തവ അടുത്ത വെച്ച് ചൂടാക്കിയിട്ടേക്കുവാണ്. അതിലേക്ക് ഈ പരത്തിയ റവയപ്പം ഇട്ട് കൊടുക്കുക. നമ്മൾ മാവ് തൂക്കി തന്നെ വേണം പരത്താൻ, അല്ലെങ്കിൽ പറഞ്ഞ് പോകും. നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പവും ചെറുപ്പമൊക്കെ ആക്കാം. ഇത് വേകുന്ന സമയത്ത് ഞാൻ അടുത്തത് പരത്തിയെടുക്കുവാണ്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്. നമുക്കിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. കറിയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് നമുക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇത് തടവി കൊടുക്കാം. നമുക്ക് ഇത് റെഡിയായി. നമുക്ക് എടുക്കാം. ഇനിയും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ റവയപ്പവും റെഡിയായി. ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, നമുക്ക് കഴിക്കാനല്ലേ. ഇത്ര സോഫ്റ്റാണോ ഈ അപ്പം. അങ്ങനെ നമ്മുടെ റവയപ്പം എല്ലാം നമുക്ക് ഒരു വിരൽ വെച്ച് ഇങ്ങനെ പറിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒട്ടും റവ ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ആ ചപ്പാത്തി പലക ഒന്ന് കഴുകി, നിങ്ങൾ എവിടെ ഇട്ട് പരത്തുന്ന അതൊന്ന് കഴുകി തുടച്ചെടുക്കണം. അന്നേരം വീണ്ടും ഒട്ടത്തില്ല. ആദ്യം ഒട്ടത്തിന് 5-6 പരത്തി കഴിയുമ്പോൾ ഒട്ടാൻ സാധ്യതയുണ്ട്, റവ ആയതുകൊണ്ട്. ഗന്ധി റവയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കഴുകിയിട്ട് തുടച്ച് വേണം പിന്നെ ഉണ്ടാക്കാൻ. നല്ല എത്ര സോഫ്റ്റും, വെറുതെ കഴിക്കാനും ഒരു കറിയും വേണ്ട, എത്ര സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.